എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഈ ആഴ്ചയിലെ ആദ്യത്തെ ദിവസം ഇന്നലെ നിഫ്റ്റി നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. സെൻസെക്സ് നിഫ്റ്റിയും ഇന്നലെ ഇടിവ് രേഖപ്പെടുത്തി. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം US മാർക്കറ്റ് മിക്സഡ് സെന്റിമെന്റ്സ് ആയിരുന്നു. പക്ഷെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത് ഇന്നലെ നമ്മുടെ മാർക്കറ്റിലെ FIIസും DIസും നെറ്റ് ബയേഴ്സ് ആയിരുന്നു എന്നുള്ളതാണ്. നമുക്കത് കണ്ടുവരാം ഡേറ്റ. ആദ്യം FIIസ് DIസിൻ്റെ ഡേറ്റ നോക്കാം. കാണാം ഇന്നലെ 24 ഓഗസ്റ്റ് FIIസ് 1181 കോടി രൂപയുടെ ബൈ നടത്തി. ഈ മാസം ഓൾ ടുഗദർ 3696 കോടി രൂപയുടെ ബയേഴ്സാണ് FIIസ് ഉള്ളത്. ഇനി ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരുമ്പോൾ ഏറ്റവും താഴെ US ട്രഷറി ബോണ്ട് ഈൽഡ് സ്പൈക്ക് ചെയ്തു, US വിക്സ് സ്പൈക്ക് ചെയ്തു, നാസ്ഡാക്ക് ഇടിഞ്ഞു, ഡോ പോസിറ്റീവിലായിരുന്നു, യൂറോപ്യൻ മാർക്കറ്റ് മിക്സ്ഡ് ആയിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് നെഗറ്റീവാണ്. നാസ്ഡാക്ക് ഫ്യൂച്ചറും ഡോ ഫ്യൂച്ചറും ഫ്ലാറ്റാണ്. നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നെഗറ്റീവ് ഓപ്പണിങ്. ബിറ്റ്കോയിൻ ശക്തമായിട്ട് ഉയർന്ന് 2600 നാച്ചുറൽ ഗ്യാസ് സ്പൈക്ക് ചെയ്തു, ബ്രന്റ് ഓയിലും ചെറുതായിട്ട് കൂടി, സിൽവറും കൂടി, ഗോൾഡ് $25 ഉയർന്നു. US മാർക്കറ്റ് ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ എല്ലാം മിക്സ്ഡ് സെൻറ്റിമെൻറ്റ്സ് ആയിട്ട് മാർക്കറ്റ് അവസാനിച്ചപ്പോൾ ഈ ഒരു സമയത്ത് ബിറ്റ്കോയിനും ഗോൾഡും എല്ലാം തന്നെ ശക്തമായിട്ട് ഉയരുന്നുണ്ട്. ഗോൾഡിലെല്ലാം തന്നെ നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും. നമ്മളുടെ ഇന്ത്യൻ എന്താണോ നിങ്ങളുടെ സെറോദിയാണോ അപ്സ്റ്റോക്കാണോ അതേ ബ്രോക്കറിൽ നമുക്ക് ഗോൾഡിലും ക്രൂഡിലും ട്രേഡ് ചെയ്യാൻ പറ്റും. ഇന്ത്യൻ ഇപ്പോൾ നിലവിൽ യൂസ് ചെയ്തിട്ടിരിക്കുന്ന അതേ ബ്രോക്കർ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ കമ്മോഡിറ്റി ട്രേഡ് എന്ന് പറയും. അത് രാത്രി 11:30 വരെ ആ ഒരു മാർക്കറ്റ് ഓപ്പണാണ്. അതായത് ജോലിയുള്ള ആളുകൾക്കും രാത്രിയൊക്കെ ട്രേഡ് ചെയ്യാൻ സാധിക്കും. അതും കുറഞ്ഞ ക്യാപിറ്റൽ മതി. അപ്പോൾ ഇതേ ഗോൾഡ് നമ്മൾ ബൈ ചെയ്യുകയല്ല ചെയ്യുന്നത്. ഗോൾഡ് മുന്നോട്ട് പോകും അല്ലെങ്കിൽ താഴേക്ക് ഇടിക്കും എന്നുള്ള പെർസ്പെക്റ്റീവിലാണ് നമ്മൾ ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ട്രേഡുകളെല്ലാം തന്നെ ഉണ്ട്. അതെല്ലാം തന്നെ മനസ്സിലാക്കുക. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ ഇന്നലെ കണ്ടതാണെങ്കിലും ഓപ്പൺ ഇൻട്രസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓപ്പൺ ഇൻട്രസ്റ്റിൽ നിഫ്റ്റി 24,200 സ്പോട്ട് നിൽക്കുമ്പോൾ 24,300 മേജർ റെസിസ്റ്റൻസ് സോണായിട്ട് നിൽക്കുന്നുണ്ട്. PCR ബിലോ 1 ആണെന്നുള്ളതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അത് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇറാൻ്റെ ഇഷ്യൂസ് നമ്മൾ നേരത്തെ കണ്ടപോലെ തന്നെ ഇന്ന് US ട്രഷറി സെക്രട്ടറി കൂടുതൽ സാമ്പത്തിക ഉപരോധം അവർക്ക് ഏർപ്പെടുത്തുന്ന പല തീരുമാനങ്ങളും തന്നെ എടുക്കും. അപ്പോൾ ഇറാൻ്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് മാത്രമല്ല ചൈനയുടെ സാമ്പത്തിക വ്യവസ്ഥയ്ക്കും പ്രത്യേകതകളുണ്ടാവും. ക്രൂഡ് വില അതാണ് ഇടിയാത്തത്. അതെല്ലാം തന്നെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇനി സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ക്രൂഡിൽ ട്രേഡ് ചെയ്യണം അല്ലെങ്കിൽ ക്രിപ്റ്റോയിലൊക്കെ ട്രേഡ് ചെയ്യണമെങ്കിൽ കോഴ്സ് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ഗൂഗിൾ ഫോം ഉണ്ട്, നിങ്ങൾ ഫില്ല് ചെയ്യുക, നമ്മൾ അറിയിക്കാം. ഇനി സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. പൈസയുടെ റെക്കമെൻഡേഷൻ അല്ല. TCS പോർഷെ ഏജീസ് എന്ന് പറഞ്ഞ IT കൺസൾട്ടൻസിന് $320 മില്യൺ കൊടുത്ത് അക്യൂർ ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. സിസ്ലോൺ കമ്പനി 1325 മെഗാവാട്ടിൻ്റെ പുതിയ പ്രൊജക്റ്റ് ആന്ധ്രാപ്രദേശിൽ അവർ തുടങ്ങി എന്നുള്ള ന്യൂസ്. ഹിൻഡ് കോപ്പർ കമ്പനി ഗവൺമെൻറ് ഓഫീസിലൂടെ ഈ ഹിൻഡ് കോപ്പറിൻ്റെ 3% സ്റ്റേക്ക് വിറ്റ് മാറാണ് എന്നുള്ള ന്യൂസ്. കോൾ ഇന്ത്യ കമ്പനി സിംഗപ്പൂരിൽ ഒരു പുതിയ സബ്സിഡിയറി ഫോം ചെയ്തു. അഫ്കോൺ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് 335 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഏജീസ് ലോജിസ്റ്റിക് കമ്പനിക്ക് അവരെ സംബന്ധിച്ച് ഒരു അമോണിയ സ്റ്റോറേജ് ടെർമിനൽ പ്ലാന്റിൻ്റെ ഒരു ഓർഡർ ലഭിച്ചു എന്നുള്ള ന്യൂസ് ഉണ്ട്. മീഷോ വൈ കോമ്പിനേറ്റർ പ്രൊമോട്ടേഴ്സ് മീഷോയുടെ സ്റ്റേക്ക് സെല്ല് ചെയ്ത് മാറുന്നു എന്നുള്ള ന്യൂസ്. ഫ്യൂജിയാമ പവർ സിസ്റ്റം കമ്പനിക്ക് ലിഥിയം ബാറ്ററിയുടെ കൺസ്ട്രക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓർഡർ കിട്ടി. ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനി ഷെയർ ബൈബാക്ക് ചെയ്യുകയാണെന്നുള്ള ന്യൂസ് ഉണ്ട്. JPT ഇൻഫ്രാ പ്രൊജക്റ്റ് 97 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ഫേസ് ഡിജിറ്റെക് കമ്പനി 92 കോടി രൂപയുടെ ഓർഡർ കിട്ടി. റിഫ്ലക്സ് ഇൻഡസ്ട്രീസ് കമ്പനി 33 കോടി രൂപയുടെ ഓർഡർ കിട്ടി. പതഞ്ജലി ഫുഡ് ഇവരുടെ കമ്പനിയുടെ റവന്യൂ ഗൈഡൻസ് കമ്പനി ഉയർത്തി എന്നുള്ള ന്യൂസാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബിറ്റ്കോയിനിൽ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ ഗൂഗിൾ ഫോം ഉണ്ട്, ഫില്ല് ചെയ്യുക. കോഴ്സ് ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ വൈകിട്ട് കാണാം. താങ്ക് യു ആൾ.